ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡൊമിനോസ് സ്റ്റൈലിൽ ഗാർലിക് ചീസ് ബ്രെഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് എക്സ്ട്രാ ചീസി എക്സ്ട്രാ ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബട്ടർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് തന്നെ ബട്ടർ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല എന്താ പറയുക, കൂടുതൽ നമ്മൾ ബട്ടർ എത്രത്തോളം തേച്ച് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഇടികലയിലിട്ട് നല്ല ചതച്ച് തന്നെ കേട്ടോ. ചെറിയ തരി പോലും ഇല്ലാത്ത രീതിക്ക് നല്ല ചതച്ചെടുക്കാം. അതിന് കൂടെ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള മല്ലിയിലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോമിനോസിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നോട് ഒറിഗാനോ ഇല്ലാത്ത കാരണം ഞാൻ ഒറിഗാനോ ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല വലുതായിരിക്കും. ഇതിപ്പോൾ എൻ്റെ സാൻഡ്വിച്ച് ബ്രെഡാണ്, എന്നാലും നമുക്ക് അത്രയ്ക്കും വലുതായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഇതിനേക്കാളും കുറച്ച് വലുതാകുന്ന സമയത്ത് നമുക്ക് മടക്കുന്ന സമയത്തും എല്ലാം കുറച്ച് വലുതായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിനെ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ല ബട്ടർ തേച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ബട്ടറിൻ്റെ മിക്സ് ആവശ്യത്തിന് പോലെ നല്ല തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്താകുന്ന രീതിക്ക് നന്നായിട്ട് പുറത്തും വെളിയിലെല്ലാം നമ്മൾ തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ആകെ ഒരു 3 ബ്രെഡിന് എന്നാൽ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇത്രയും നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്വീറ്റ് കോർണാണ് കേട്ടോ. സ്വീറ്റ് കോർണാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു 5-6 ആ ഒരു ഫില്ലിങ്സേ നമുക്ക് ഈ ഒരു ചെറിയ ബ്രെഡിൽ പിടിക്കുള്ളൂ. പിന്നെ കൂടെ തന്നെ ചീസാണ് കേട്ടോ. അപ്പോൾ ചീസും കൂടി വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കണം. നമുക്ക് ആവശ്യാനുസരണം പോലെ, ഒരുപാടൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മളിതുപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടി നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ മുകളിലെ ഭാഗത്ത് തേച്ച് കൊടുക്കണം. എല്ലാ ഫുള്ളും തേച്ച് കൊടുക്കണം കേട്ടോ. അടിയിൽ ഭാഗവും തേച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. അപ്പോഴാണ് നല്ല ക്രിസ്പിനെസ്സും ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതുപോലെ നമ്മൾ തേച്ചതിന് ശേഷം കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ദോശക്കല്ലിലാണ് കേട്ടോ. മെയിനായിട്ട് ഇത് ചെയ്യുന്നത് ഓവണിലും അല്ലെങ്കിൽ എയർ ഫ്രയറിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ദോശക്കല്ലിലാണ് ചെയ്യുന്നത്. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. മുകളിൽ ചീസും കോണും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം മടക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിയൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ബട്ടർ മിക്സ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ദോശക്കല്ല് ഒരുപാട് ചൂടാക്കാൻ പാടില്ല. അങ്ങനെ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു പുക പോലെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിമ്മിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചീസ് മെൽറ്റായി വരണമല്ലോ. അതിനും സിമ്മിൽ തന്നെ വെച്ച് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ ആവുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്രിസ്പിനെസ്സും ഉള്ളിലെ ചീസും മെൽറ്റ് ആവുന്നത്. അപ്പോൾ സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കട്ടെ. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഡൊമിനോസ് സ്റ്റൈലിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ദോശക്കല്ലിൽ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ അടുത്തതും കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുള്ളത്. നമ്മുടെ കോണടക്കം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. സിമ്മിൽ തന്നെ വെച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല ഡൊമിനോസ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ തന്നെ അതേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്. ആ ഒരു ഗാർലിക്കിൻ്റെ ആ ഒരു മണവും ആ ഒരു ഉള്ളിലെ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി അങ്ങോട്ട് ഒരിടത്ത് കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഈ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, ശരിക്കും കഴിച്ചാൽ മാത്രമേ അറിയില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. സിമ്പിൾ റെസിപ്പീസാണ്, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ. ചില സംഭവങ്ങൾ അങ്ങനെയാണ്, നമുക്കത് സാധാരണയായിട്ട് വിചാരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കഴിച്ചാലേ മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.